മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. പഞ്ചേന്ദ്രോപാഖ്യാനം. മുന്നം ദേവകളെല്ലാം നൈമിഷാരണ്യത്തിങ്കൽ നിന്നൊരു സത്രമാരംഭിച്ചിതു നരപതേ. നല്ലൊരു പത്നിയെയും ഉണ്ടാക്കി വൈവസ്വതൻ കല്യാണം വന്നിടുവാൻ താപസേന്ദ്രന്മാരോടും യാഗവും ദീക്ഷിച്ചിരുന്നിടിനാൻ. അതുകാലം രോഗാതിമരണവും മനുഷ്യർക്കില്ലാതെയായി. മർത്യന്മാർക്ക് അവനിയിൽ മരണമില്ലായ്കയാൽ വർദ്ധിച്ചു ചമഞ്ഞിതു ദേവകൾ. അതുകൊണ്ടു സുത്രാമാവാദികൾ പോയി ബ്രഹ്മനെ ചെന്നു കണ്ടാരത്രയും. ഭയമായി ചമഞ്ഞു ഞങ്ങൾക്കിപ്പോൾ മർത്യരും അമർത്യരും ഭേദമില്ലെന്നായി വന്നു. സത്രവും പിതൃദേവാദികൾക്കില്ലെന്നായി വരും. സന്താപം അതുകൊണ്ടു മേൽക്കുമേലുണ്ടാകുന്നു. നിന്തിരുവടിയന്നി ശരണം ഞങ്ങൾക്കില്ല. ശക്രാതിദേവഗണമിത്തം ചൊന്നതു കേട്ടു പുഷ്കരഭവനനും പുഞ്ചിരി പൂണ്ടു ചൊന്നാൻ. അമരന്മാരാം നിങ്ങൾ എന്തിനു പേടിക്കുന്നു? ശമനവശന്മാരായുള്ളൂ മാനുഷരെല്ലാം. അന്തകനിങ്ങു യാഗം ദീക്ഷിച്ചു വസിക്കയാൽ അന്തം മാനുഷജനങ്ങൾക്കിപ്പോളില്ലാഞ്ഞതും. നിങ്ങളും നിങ്ങളുടെ വീര്യം കൊണ്ടവനുടെ അംഗമായി ഭവിച്ചിട്ടു കൊല്ലുവിൻ മനുഷ്യരെ. ധാതാവിൻ അരുളപ്പാടങ്ങനെ കേട്ട ശേഷം നാദിതേയന്മാരെല്ലാം പോയതു യാഗത്തിങ്കൽ. ചെന്നവർ മന്ദാകിനിതങ്കൽ വാണിടും നേരം സ്വർണവർണ്ണത്തോടൊരു പുണ്ടരീകത്തെ കണ്ട. ചിത്രമെത്രയും ഇതെന്നോർത്തവരെല്ലാരിലും എത്രയും ശൂരനായ സുത്രാമാവതു നേരം. തത്ര ചെന്നിടും നേരം കാണായിതൊരുത്തിയെ ചിത്രഭാനുവിനു നേരാകിയ തേജസ്സോടും. അന്നേരം ജലാർത്ഥിനിയായേറ്റം കരയുന്ന തന്നുതൻ കണ്ണുനീരും വീടിരു ജലം തന്നിൽ. അവിടെയുണ്ടായൊരു കാഞ്ചന പത്മം കണ്ടിട്ട് അവളോടമേ അമരേന്ദ്രൻ ചോദിച്ചു മധുരമായി, ആരെടോ നീ എന്നോടാദരാൽ പറയണം നേരോടെ കരയുന്നതെന്തിനെന്നതു ചൊല്ലി. എന്നതു കേട്ട നേരം അവളും ചൊല്ലിയിടിനാൾ, എന്നെ നീ അറിയുന്നതില്ലയോ ദേവവതി? നിർഭാഗ്യവതിയായോരെന്നുടെ ദുഃഖമൂലം ഇപ്പോൾ ഞാൻ അറിയിക്കാമെന്നോടു കൂടെ പോന്നാൽ. ഉമ്പരിൽ വൻപും മുൻപുമുള്ള നീ പോന്നിടുക, മുൻപിൽ ഞാൻ നടന്നിടാം, ഏതുമേ മടിക്കേണ്ട. എൻ പരിതാപത്തിൻ്റെ മൂലവും അറിഞ്ഞിടാം, നിൻ പ്രിയമതും വരുമെന്നവൾ ചൊല്ലിയിടിനാൾ. അന്നേരം അവളുടെ പിന്നാലെ ചെന്ന നേരം വിണ്ണവർ നായകനു കാണായി വന്നിതു നേരെ. ദിവ്യനായിരിപ്പോരു പുരുഷൻ തന്നെ പൂർണ്ണ യൗവനത്തോടും ഒരു യുവതീ രത്നത്തോടും പർവ്വതശിരസി സിംഹാസനത്തിന്മേലധികറുവേണ ചൂതും പൊരുതിരുന്നിടുന്നതപ്പോൾ. അഭ്യുത്ഥാനാദി സൽക്കാരങ്ങൾ ചെയ്യുക മൂലം അഭ്രവാഹനൻ കോപിച്ചളവ് വിശ്വനാഥൻ മന്ദഹാസവും ചെയ്തു തൃക്കൺ പാർത്തതു നേരം. ഇന്ദ്രനും ഇളകാതെ നിന്നത് കുറഞ്ഞു. ദേവനും അക്ഷക്രീഡ കഴിഞ്ഞോരനന്തരം ദേവിയോടരുൾ ചെയ്തു, നീ ഇനിയൊന്നു വേണം, ഇപ്പോഴേ പുരന്തര ദർപ്പത്തെ കളയണം, പിൽപ്പാടു നന്നായി വരുമില്ല സംശയമേതും. ദേവിയാൽ സംസൃഷ്ടനായൊരു നേരത്തു തന്നെ ദേവേന്ദ്രൻ വിത്രസ്തങ്ങളാകും അംഗങ്ങളോടും വീണിതു ഭൂമി തന്നിൽ. അന്നേരം പശുപതി വാനവർ കോനോടിത്തം അരുളിച്ചെയ്തിടിനാൻ. പർവ്വതോത്തമൻ തന്നെ പോയി വിവർത്തനം ചെയ്യുക ദുർവീര്യമുള്ള ഭവാൻ അന്നേരം കാണാമല്ലോ. നിന്നോടു തുല്യന്മാരായ 4 പേരെയും അവർ വിണ്ണവർ നായകന്മാരായതെന്നറിയ നീ. എന്നതു കേട്ടു ശക്രൻ പർവ്വതോത്തമൻ തന്നെ ചെന്നുടൻ വിവർത്തനം ചെയ്തപ്പോൾ കാണായി വന്നു. തുല്യതേജസ 4 ഇന്ദ്രന്മാരെ ഒരുപോലെ സ്വർലോകനാഥൻ താനും വേഭതുണ്ടാനപ്പോൾ. ഞാനും ഇന്നിവർകളെ പോലെയായി ചമഞ്ഞിടും ന്യൂനമെന്നോർത്തു ഭയപ്പെട്ടിതു പുരന്തരൻ.
വജ്രപാണിയെ നോക്കി കോപിച്ചു ഗിരീശനും ഉജ്ജ്വലിച്ചേറ്റം ദീപ്തി പൂണ്ടുടൻ അരുൾ ചെയ്തു. ധിഖരിച്ചതു മൂലം ശക്രന്മാരായ നിങ്ങൾ നിഷ്കൃതിയായി മാനുഷയോനിയിൽ പിറക്കപോയി. ഭാര്യയായി വരുമിവൾ നിങ്ങൾ കൈവർക്കും കൂടി കാര്യങ്ങൾ പലതുണ്ടു നിങ്ങളാൽ സാധിപ്പാനും. ദിവ്യശസ്ത്രാസ്ത്രങ്ങളാൽ ദുഷ്ടരെയൊക്കെ വധിച്ചുർവിഭാരവും തീർത്തു വരുവിൻ നിങ്ങളെല്ലാം. പൂർവേന്ദ്രന്മാരും അതു കേട്ടുര ചെയ്തിടിനാൻ. പാർവതീപദേ മോക്ഷം ഞങ്ങൾക്കു തന്നിടേണം. വീരകർത്താക്കന്മാരായി വരിക വേണം ധർമ്മരാജനും അനിലനും ഇന്ദ്രനും ദസ്രന്മാരും. പിന്നെയും വജ്രപാണി ചൊല്ലിനാൻ. ഭഗവാനോടൊന്നനുഗ്രഹിക്കണമിനിയും ദയാനിധേ. കാര്യകാരണാലിന് ഞാനൊരു പുരുഷനെ വീര്യം കൊണ്ടുണ്ടാക്കുവോ? അതിനുണ്ടൊന്നു വേണ്ടു. പഞ്ചമം മൽപ്രസൂതമാക്കേണം ഇവരിൽ വച്ചഞ്ചിത തേജോബലവീര ശ്രീകീർത്തിയോടെ. അതു കേട്ടവനോടും കൂടി വിശ്വേശൻ ചെന്നു മധുസൂദനൻ തന്നെ പ്രാപിച്ചു വൃത്താന്തവും അറിയിച്ചതു നേരം. നരനാരായണന്മാർ പിറവി കൂടെയുണ്ടാമെന്നാൽ ഇന്ദ്രന്റെ വീര്യം നരൻ തന്നെ അംശമായി കൊള്ളാമത്രയല്ല. നരകവൈരികേശയുഗളാംശവും ഇപ്പോൾ ശുക്ലമാം വർണ്ണമൊന്നു മറ്റേതു കൃഷ്ണവർണ്ണം. തൽക്കേശയുഗളം തൽക്ഷേത്രങ്ങളാവുന്നതും അവയും യദുകുലനാരികളായി വന്നിടും. അവർക്കു നാമധേയം രോഹിണീ ദേവകിയും അവരിൽ ശുക്ലം ബലദേവനായി ഭവിച്ചിടും അവനീപതേ. പിന്നെ കേശവൻ കൃഷ്ണാംശവും യുദ്ധമഞ്ചിന്ദ്രന്മാർക്കുള്ള അഭിമാനാംശം വന്നു വൃദ്ധിയിൽ പാണ്ഡവന്മാരായതു നരപതേ. ലക്ഷ്മി തന്നംശവ്യക്തിരൂപയാം കൃഷ്ണദാനം ഇക്ഷിരി തന്നിൽ തവ പുത്രിയായി പിറന്നിതും വ്യക്തമായി കാണാൻ ദിവ്യലോചനം നൽകിയിടുവനൊക്കവേ തീരും തവ സംശയം. എന്നാലിപ്പോൾ ഉൾക്കാമ്പു തെളിയണം എന്നരുൾ ചെയ്തു മുനിമുഖ്യനും ദിവ്യചക്ഷസവനു നൽകിയിടിനാൻ. പഞ്ചഭൂപന്മാർ തൻ അഭിമാനാംശം ചോന്നു പഞ്ചപാണ്ഡവന്മാരായി കാണായി പാഞ്ചാലനും. ഒരുത്തൻ പലരായിട്ടിരിക്കുന്നതുമെന്നങ്ങുറച്ചു മനസ്സി പാഞ്ചാലനും. അതു നേരം പാദപങ്കജങ്ങളിൽ വണങ്ങി ചൊല്ലിയിടിനാൻ. വേദവ്യാസനെ നോക്കി തെളിഞ്ഞു ഭക്തിയോടെ. ജ്ഞാനമില്ലാതെ ഞങ്ങളെന്തറിഞ്ഞിരിക്കുന്നു. ജ്ഞാനികളായ നിങ്ങൾ ചൊന്നതു കേൾക്കയെന്ന് എല്ലാം നിന്തിരുവടിയരുളി ചെയ്യും വണ്ണം ഇല്ലല്ലോ ഞങ്ങൾക്കു മറ്റാധാരം തപോനിധേ. ഓം നമോ ഭഗവതേ വാസുദേവായ.